ഹലോ, നമുക്കിന്നൊരു ഫിഷ് മോളി ഉണ്ടാക്കിയാലോ? ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് നെയ്മീനാണ്. ഫിഷ് നന്നായിട്ട് ക്ലീൻ ചെയ്ത് അതിലേക്ക് ഉപ്പ്, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, നാരങ്ങാനീര് ഇത്രയും ചെയ്ത് നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് ഒരു മിനിമം 30 മിനിറ്റ് മാറ്റി വയ്ക്കുക. എന്നിട്ട് നല്ല ചൂടായ വെളിച്ചെണ്ണയിലേക്ക് ഈ മീനിട്ട് തിരിച്ചും മറിച്ചും ഇട്ട് ഒരു ഹാഫ് കുക്ക് ചെയ്തെടുക്കുക. ഇനി ഫ്രൈ ആയവന്മാരെ എടുത്ത് മാറ്റി വെച്ച് അതേ എണ്ണയിലേക്ക് നമുക്ക് കുറച്ച് സ്പൈസസ് പൊട്ടിക്കണം. ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് പട്ടയും ഗ്രാമ്പും ഏലക്കയാണ്. അതൊന്ന് പൊട്ടി വരുമ്പോഴേക്കും ചെറുതായിട്ട് അരിഞ്ഞ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് അതോട് ചേർത്ത് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മുടെ സവോളയും ചേർത്ത് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുക. ഒന്ന് വാടി വരുമ്പോഴേക്കും അത് നമുക്ക് മസാല ചേർക്കാം. മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും പാകത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് വാട്ടിയെടുത്ത് അതിനകത്തേക്ക് നമ്മുടെ തേങ്ങയുടെ 2ാം പാൽ ഒഴിക്കുക. തേങ്ങയുടെ 2ാം പാൽ ഒഴിച്ച് ഒന്ന് തിള വന്ന് കഴിയുമ്പോഴേക്കും നമുക്ക് ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച ഫിഷ് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ ഫിഷ് ഓൾറെഡി ഒരു ഹാഫ് കുക്ക് ആയതാണ്. ഇപ്പോൾ 2ാം പാലിട്ട് ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി. അതിനുശേഷം തേങ്ങയുടെ 1ാം പാലും കൂടി ചേർത്ത് എരിവിന് ആവശ്യമുള്ള കുരുമുളക് പൊടിയും ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ തവി യൂസ് ചെയ്യരുത് കേട്ടോ. ആ പാത്രം തന്നെ ഒന്ന് പിടിച്ചിട്ട് ഒന്ന് കറക്കിയെടുത്ത് മിക്സ് ചെയ്യാവുള്ളൂ, അല്ലെങ്കിൽ മീൻ ഉടഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. ഫൈനലി കുറച്ച് തക്കാളിയും കൂടി റൗണ്ടിൽ കട്ട് ചെയ്ത് അതിൻ്റെ മേളിൽ വെച്ച് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. 1ാം പാൽ ഒഴിച്ചതിന് ശേഷം അധികം തിളയ്ക്കാതെ നോക്കണേ, അല്ലെങ്കിൽ പാല് പിരിഞ്ഞു പോകും. ഇതിൻ്റെ ഒതൻറ്റിക് റെസിപ്പി ഇങ്ങനെയാണോന്ന് എനിക്കറിയില്ല, പക്ഷേ ഇത് നല്ല അടിപൊളിയായിരുന്നു. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നെക്സ്റ്റ് ഒരു കുട്ടി വീഡിയോ ആയിട്ട് നെക്സ്റ്റ് ഡേ കാണുന്നവരെ ബൈ.